The future depends on the people who can think, communicate, and adapt, not the people who are repeating the predictable task. ഒരു കാലത്ത് മെഷീൻസ് മാനുവൽ ലേബറിനെ റീപ്ലേസ് ചെയ്തു. അന്നത്തെ ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ ഭയങ്കര പാനിക്കായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ കാരണം. പിന്നീട് കമ്പ്യൂട്ടേഴ്സ് വന്നു. കമ്പ്യൂട്ടേഴ്സ് വന്നിട്ട് ക്ലറിക്കൽ ജോബ്സ് ഒക്കെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്കറിയാലോ, ഓൾമോസ്റ്റ് ദ സെയിം. എല്ലാവരും പാനിക്കാണ്. കമ്പ്യൂട്ടേഴ്സ് പഠിച്ചേ മതിയാവുള്ളൂ, കമ്പ്യൂട്ടേഴ്സ് വേണ്ട, കമ്പ്യൂട്ടേഴ്സ് എനിക്കിഷ്ടമല്ല, എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ലേറ്റർ സംഭവം അത് പഠിച്ച് കമ്പ്യൂട്ടർ ചെയ്യേണ്ട ജോബ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ തന്നെ ആ ജോബ്സ് കണ്ടിന്യൂ ചെയ്ത് പോയി തുടങ്ങി. പിന്നെ ഇപ്പോൾ അത് എ ഐയുടെ ടൈമാണ്. എ ഐ പക്ഷേ വരുന്നത് ഒരു ബ്ലൂ കോളർ ജോബിന് പിന്നിലല്ല, ഒരു വൈറ്റ് കോളർ ജോബിന് പിന്നിലാണ്. അതായത് മാനേജേഴ്സ്, അക്കൗണ്ടൻസ്, ക്ലർക്സ്, വീഡിയോ എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഈവൻ മാർക്കറ്റിംഗ് ടീംസ് വരെ. ഇവരുടെയൊക്കെ ജോബ് ഒരു ത്രെട്ടിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി യെസ്. പക്ഷേ നിങ്ങൾ അപ്ഡേറ്റ് ആവണം. എ ഐ അല്ല ഇവിടുത്തെ ത്രെട്ട്. എ ഐ മനസ്സിലാക്കി എ ഐ പഠിച്ചു വരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജോബ്സ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അത് എ ഐ അല്ല. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും ഹൈപ്പാണ് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ടെക്നോളജി ഒരിക്കലും ആരുടെയും പെർമിഷൻ ചോദിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. എ ഐ മനുഷ്യനെ പോലെ ചിന്തിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ യെസ്, ഒരു പരിധി വരെ നോ. കാരണം ഒരു ഹ്യൂമൻ ആക്യുറസി ഒന്നും എ ഐക്ക് ഇതുവരെ റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞു ഓൾറെഡി. ഇപ്പം മിഡ് ജേണി ഡിസൈൻസ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും നമുക്ക് വേണ്ട, ഇപ്പം എത്ര ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് റൈറ്റർ ആണെങ്കിലും പോവറ്റ് ആണെങ്കിലും സ്റ്റോറി റൈറ്ററോ സ്ക്രിപ്റ്റ് റൈറ്ററോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം വെൽ ഡിഫൈൻ ആയിട്ട് ചാറ്റ് ജി പി ടിയോടോ അല്ലെങ്കിൽ വേറെ എ ഐ ടൂൾസിനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരുപക്ഷെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് റൈറ്റർ ചെയ്യുന്നതിനേക്കാട്ടിലും വെരി ബെറ്റർ കണ്ടന്റ് നിങ്ങൾക്ക് എ ഐ ഡെലിവറി തരും. സെയിം ഫോർ ദ വീഡിയോ, സെയിം ഫോർ ദ പിക്ചേഴ്സ്, എനിത്തിങ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആക്ച്വൽ റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണോ അത് എ ഐ ചെയ്തിരിക്കും. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അറിയില്ല, നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണറാണ്, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സിമ്പിൾ ട്യൂട്ടോറിയൽ വീഡിയോ യൂട്യൂബിൽ നോക്കി അതിന് വേണ്ട കോഡും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ ആ വെബ്സൈറ്റ്, അതിന്റെ കളേഴ്സ് എന്താണ്, ട്രാൻസാക്ഷൻ എന്താണ്, എന്തൊക്കെ ഇമേജസും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് ഒരു എ ഐ ടൂളിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് വേണ്ട കോഡും കാര്യങ്ങളും എല്ലാം ചെയ്തു തരും. ഈവൻ അതിൽ കറക്ഷൻസോ മോഡിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ അതും എ ഐനോട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള കണ്ടന്റ് ആക്കി തരും. ഇപ്പം നമുക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ട പ്രസന്റേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രസന്റേഷൻ ഡെലിവർ ചെയ്ത് തരും. നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ എ ഐ ചെയ്തു തരും. അപ്പൊ എല്ലാ നിങ്ങൾ ചെയ്യുന്ന വൈറ്റ് കോളർ മേഖലകളിലും എ ഐ ഇപ്പൊ കറന്റ്ലി പ്രസന്റ് ആണ്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് അത് എന്ന് വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. ഇതിനൊരു മോസ്റ്റ് റിയലിസ്റ്റിക് എക്സാമ്പിൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു കമ്പനിയിൽ ഒരു 10 കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടാവും. ഇന്ന് വെറും 2 കണ്ടന്റ് റൈറ്റേഴ്സും പ്ലസ് എ ഐ ആയിരിക്കും. 10 കണ്ടന്റ് റൈറ്ററിന്റെ സ്ഥാനത്ത് 2 കണ്ടന്റ് റൈറ്ററും ഒരു എ ഐയും ആയിരിക്കും. അതിനുള്ള കാരണം പണ്ട് ഹ്യൂമൻ ബീങ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് കമ്പനീസ് ഹ്യൂമൻ ബീങ്സിനെ ഹയർ ചെയ്യുന്നത് ആ എ ഐനെ മാനേജും മെയിൻറ്റെയിനും അതുകൊണ്ട് ക്രിയേറ്റും ചെയ്യാൻ കഴിവുള്ള ഹ്യൂമൻ ബീങ്സിനാണ് കമ്പനീസ് ഹയർ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയാണ്, എ ഐ ഒരിക്കലും ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ എ ഐ അറിയുന്ന, എ ഐനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും നിങ്ങളുടെ ജോബ്സ് റീപ്ലേസ് ചെയ്യുക. അതുകൊണ്ട് അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് പോകും. അപ്പൊ പിന്നെ നിങ്ങൾ ചിലവർക്ക് തോന്നാം, എന്തുകൊണ്ടാണ് അപ്പോൾ ഈ എ ഐ ബ്ലൂ കോളർ ജോബ്സിന്റെ പിന്നാലെ പോകേണ്ട, വൈറ്റ് കോളർ ജോബ്സിന്റെ പിന്നാലെ പോകേണ്ടതാണ്? വൈറ്റ് കോളർ ജോബ്സ് വളരെ ലെസ് ഫിസിക്കലി ഡിമാൻഡിങ് ആണ്. അതായത് നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് അതൊരു ബുദ്ധിപരമായ ടാസ്ക്കാണ്. ഞാൻ സ്മാർട്ട് വർക്കിന്റെ ആളാണ്, എനിക്ക് ശരീരമാണെങ്കിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ബുദ്ധി കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ മെയിൽസും അതുപോലെ തന്നെ ബിസിനസ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളും സ്പ്രെഡ്ഷീറ്റ്സും പ്രസന്റേഷൻസും പ്ലാൻസും ഫിഗേഴ്സും, ഇതൊക്കെ പ്രഡിക്റ്റബിൾ ടാസ്കുകളാണ്. എ ഐക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പ്രഡിക്റ്റബിൾ ടാസ്ക്. എ ഐക്ക് ഫിസിക്കലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുമായിരിക്കും ഇൻ ഫ്യൂച്ചർ. അതും പല സ്ഥലത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ കറന്റ്ലി പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആളുകൾ
ചെയ്യുന്നതായിട്ടുള്ള പ്രഡിക്റ്റബിൾ ടാസ്കുകളൊക്കെ എഐക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ജൂനിയർ എംപ്ലോയി ഇൻ എ കമ്പനി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. AI ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടെറിഫിക്കലി ഗുഡാണ്. ജൂനിയർ കോഡേഴ്സ് ആണെങ്കിലും ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺസും നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഇൻ്റലക്ച്വൽ ടാസ്കുകളും ഇത് എഐനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്തു വരുന്ന ഒരു സാധനം ചിലപ്പോൾ ഒരു 3 days നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 minutesനകത്ത് എഐക്ക് അത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ കമ്പനീസിന് ടൈം സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ യു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റണം. അതിനാണ് നിങ്ങൾ AI ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദർ ജോബ് ഈസ് സ്പെഷ്യൽ. പക്ഷെ ഞാൻ പറയുക ഓൺലി അൻറ്റിൽ AI നോസ് അബൌട്ട് ഇറ്റ്. ഇതിൽ കമ്പനീസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ഡോണ്ട് കെയർ അബൌട്ട് യു, കമ്പനീസ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ എഫേർട്ട്, കമ്പനീസ് ഓൺലി കെയർ അബൌട്ട് ദി എഫിഷ്യൻസി. നിങ്ങൾ ചെയ്യുന്ന ഒരു ടാസ്ക് ആ സമയം കൊണ്ട് 10 ടാസ്ക് AI കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്പനീസ് ആർ ഗോണ ഡെഫിനറ്റ്ലി ഗോ ഓവർ ദി AI. കാരണം നിങ്ങളെക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആണ് AI, നിങ്ങളെക്കാളും ക്വിക്കറാണ് AI, നിങ്ങളെക്കാളും ആക്യുറേറ്റ് ആണ് AI. എല്ലാ രീതിയിലും AI അല്ല അവിടെ വിന്നർ. അപ്പോൾ നിങ്ങളല്ല അവിടെ റീപ്ലേസ് ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ AIയുടെ റെസ്പോൺസസ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിരിക്കും. AI 24/7 വർക്ക് ചെയ്യും. AIക്ക് ഉറങ്ങണ്ട, AIക്ക് സിക്ക് ലീവ് വേണ്ട, AIക്ക് കോമ്പൻസേഷനോ ബെനിഫിറ്റ്സോ ബോണസോ ഒന്നും വേണ്ട. ഏതൊരു ലെങ്ത്തിലേക്കും AIനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഹ്യൂമൻ ബീങ്ങിനാണെങ്കിലോ നമ്മൾ ട്രെയിൻ ചെയ്ത് വരാൻ ഒരുപാട് കാശിറക്കണം, അതിന് കുറച്ച് സമയം വേണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ റീസെൻ്റ്ലി വന്നൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റിനെ കുറിച്ച് പറയാം. വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത് AI നിങ്ങളുടെ ജോബിൻ്റെ 70% ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കമ്പനീസ് നോ മോർ ഗോണ പേ ഫോർ ഹ്യൂമൻ ബീങ്സ്. ഒരിക്കലും ആ കമ്പനി പിന്നീട് ഹ്യൂമൻ ബീങ്സിനെ പേ ചെയ്ത് ഹയർ ചെയ്യില്ല. മേ ബി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് അപ്ഡേറ്റ് ആവാൻ തയ്യാറില്ലെങ്കിൽ മേ ബി ഫയർ ചെയ്യുകയും ചെയ്യുമായിരിക്കും. എനിക്കറിയാം നമ്മളെല്ലാവരും ഒരു സൈക്കോളജിക്കൽ ഷോക്കിലാണ് ഈ ഒരു ടൈമിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഗ്രോത്ത് കാരണം പതിറ്റാണ്ടുകളായിട്ട് നമ്മളോട് സൊസൈറ്റി പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്നൊരു ഫാക്റ്റ് ഉണ്ട്. നന്നായി പഠിക്ക്, നല്ലൊരു ഡിഗ്രി എടുക്ക്, നല്ലൊരു സേഫ് ഓഫീസ് ജോബ് കണ്ടുപിടിക്കും. പക്ഷേ ആ ഓഫീസ് ജോബിലെ സേഫ്റ്റിയുടെ കാര്യം ഇന്ന് തീരുമാനിക്കുന്നത് AI ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യവും സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിയർ അബൌട്ട് AI. നമ്മൾ AIനെ പേടിക്കേണ്ട കാര്യമില്ല. പകരം AI എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്ഡേറ്റ് ആവണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. കൺഫ്യൂഷൻ, ഐഡന്റിറ്റി ക്രൈസിസ്, ലേ ഓഫ്സ്, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നോക്കുക. AI അല്ല ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മാറുന്നില്ല എന്ന് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പ്രശ്നം. കാരണം നമ്മളെപ്പോഴും ഹിസ്റ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആൻഡ് ഹിസ്റ്ററി ഈസ് ഓൾവേസ് ബ്രൂട്ടൽ. ഇനി ഇപ്പോൾ ഇതിലൊന്നും പെടാത്ത റീപ്ലേസ് ചെയ്യാൻ ഹാർഡായിട്ടുള്ള ചില ജോബ് കാറ്റഗറീസിനെ കുറിച്ചും ഞാൻ പറയാം. ഇത് കുറച്ച് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട് ഓഫ് ദ വീഡിയോ ആണ്. അതായത് ലീഡർഷിപ്പ് ജോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്റ്റോറി ടെല്ലിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്സിനെ ഇമോഷൻസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ, ഇമോഷണൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, സ്ട്രാറ്റജി, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ഹൈ ലെവൽ തിങ്കിങ്, ഹ്യൂമൻ ട്രസ്റ്റ്, ഫിസിക്കൽ സ്കിൽഡ് വർക്ക്, പേഴ്സണൽ ബ്രാൻഡ്സ്. ഇത്രയും ജോബ്സ് AIക്ക് റീപ്ലേസ് ചെയ്യാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ ഹു ക്യാൻ തിങ്ക്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അഡാപ്റ്റ്, നോട്ട് ദ പീപ്പിൾ ഹു ആർ റിപ്പീറ്റിംഗ് ദ പ്രെഡിക്റ്റബിൾ ടാസ്ക്. ഇതിൽ ലിസൺ ചെയ്യൂ, പഠിക്കൂ. പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കൂ, ഓൺട്രപ്രണർഷിപ്പ് പഠിക്കൂ, പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് പഠിക്കൂ, AI ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിക്കൂ, ഹൈബ്രിഡ് സ്കിൽഡ് പീപ്പിൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പഠിക്കൂ. ഇതിൽ AIനെ കുറിച്ച് പഠിച്ച് അത് മനസ്സിലാക്കുന്നതാണ് AIനെ കുറിച്ച് ഇഗ്നോർ ചെയ്യുന്നതിനേക്കാളും എന്തൊന്നും സേഫ് എന്ന് ഞാൻ പറയുള്ളൂ. ഇതിൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി വരുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, പാനിക് ആവണ്ട, പക്ഷേ ഡോണ്ട് സ്റ്റേ ബ്ലൈൻഡ് ചെയ്തർ. നിങ്ങൾ AI ടൂൾസിനെ കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ബിൽഡ് ചെയ്യുക. സ്റ്റോറി ടെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു സ്റ്റോറി ടെല്ലർ എപ്പോഴും ഒരു നല്ല ലീഡറായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാൻ നോക്കുക. ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക.
അഡാപ്റ്റബിലിറ്റി എന്നുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെയിൽസ് പഠിക്കുക. സെയിൽസ് നിങ്ങൾക്ക് എല്ലാ വർക്ക്സ് ഓഫ് ലൈഫിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു നല്ല ഓഡിയൻസ് ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ AI ടൂൾസും പുതുതായിട്ട് വരുന്ന AIയിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആളുകൾ എന്തൊക്കെ എക്സ്പെരിമെന്റേഷൻ നടത്തിയിട്ടാണ് സക്സസ്ഫുൾ ആവുന്നതെന്നുള്ള കാര്യങ്ങളും ഇന്റർനെറ്റ് എക്കണോമിനെ കുറിച്ചും ക്രിയേറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ചും ഫ്രീലാൻസേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോബ്സിനാണ് ഇപ്പോൾ ഡിമാൻഡ്, എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോബ്സ് ചെയ്തിട്ടാണ് സർവൈവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. റിമോട്ട് വർക്കും അതേപോലെ തന്നെ സ്മോൾ ടീംസിനെ വെച്ചിട്ടുള്ള സ്മോൾ സ്കെയിൽ ഓൺലൈൻ ടെക് AI ബിസിനസ്സുകളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ഇന്റലിജന്റ് ഹ്യൂമൻ ബീങ്സ് യൂസിങ് പവർഫുൾ AI. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എല്ലാ കാലത്തിലും ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ടൈമിൽ അത് AI ആണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജിക്കൽ ഷിഫ്റ്റ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനൊപ്പം അഡാപ്റ്റ് ചെയ്ത ആളുകളൊക്കെ വലിയ എംപയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് അത് വേണ്ടെന്ന് വെച്ചും അതിനോട് ഇഗ്നോറൻ്റ് ആയിട്ടും അതിനോട് മുഖം തിരിച്ച് നടന്ന ആൾക്കാരൊന്നും എവിടെ എത്തിയിട്ടുമില്ല. പക്ഷെ ലേറ്റർ ആണെങ്കിലും അവരത് പഠിച്ച് അവരതിലേക്ക് വരേണ്ടി വന്നു. പക്ഷെ അവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പം ഇതാണ് നമ്മുടെ ചാൻസ്. ഇതൊരു റൈറ്റ് ടൈമാണ്. ഇതൊരിക്കലും ലേറ്റ് ആക്കാതെ ലൂസ് ചെയ്യാതെ മുറുക്ക പിടിച്ചു. ഫൈനലി ഇതൊരു പുതിയ സിവിലൈസേഷനാണ്. AI വേൾഡിനെ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വേൾഡിനെ ഇപ്പം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക AI. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ അതിനൊപ്പം ഇവോൾവ് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഐ ആം മോർ ദൻ ഹാപ്പി ടു റെസ്പോണ്ട് ബാക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.